തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് അടച്ച് CPIM സമ്മേളനത്തിന് സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ പ്രതികൾക്ക് നോട്ടീസ് അയച്ച് പോലീസ്. CPIM ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ P. ബാബു ഉൾപ്പെടെ 19 പേരാണ് പ്രതികൾ. കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെയും കേസെടുത്തു. തെറ്റുപറ്റിയെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്നുമാണ് CPIM ജില്ലാ സെക്രട്ടറി V. ജോയിയുടെ പ്രതികരണം. വഞ്ചിയൂർ മെയിൻ റോഡിലല്ല ഞങ്ങൾ സ്റ്റേജ് കെട്ടിയത്. ഈ അടുത്ത കാലത്തായിട്ട് ആമയിഴഞ്ചാൻ തോടിൻ്റെ മുകളിൽ സ്ലാബിട്ട് ഒരു ചെറിയ ഏതാണ്ടൊരു 15-20 മീറ്റർ നീളത്തിൽ ഒരു ബൈപ്പാസ് പോലെ ഒരു റോഡ് നിർമ്മിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഈ മെയിൻ റോഡിലെ ട്രാഫിക്കിലെ പാർക്കിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റോഡ് സ്റ്റേജ് കെട്ടാൻ വേണ്ടിയിട്ട് ഇവർ എടുക്കുകയാണ് ചെയ്തത്. വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി ആ പൊതുസമ്മേളനം നടത്തേണ്ട സ്റ്റേജ് ആ നിലയിൽ കെട്ടേണ്ടിയിരുന്നില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. അതേസമയം വഴി തടഞ്ഞ് സ്റ്റേജ് നിർമ്മിച്ച സെക്രട്ടറിയേറ്റിന് മുന്നിൽ CPI അനുകൂല പോഷക സംഘടനകളുടെ രാപ്പകൽ സമരം പുരോഗമിക്കുകയാണ്. സെക്രട്ടറിയേറ്റിന് മുന്നിൽ വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. AV ജയശങ്കർ ഒരുങ്ങി വച്ചിരുന്നു. ജയശങ്കർ, അത് ഹൈക്കോടതി ഏറ്റെടുക്കുകയും ഹൈക്കോടതി രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ CPI എന്തുകൊണ്ടാണ് ഇന്ന് തന്നെ വഴി തടയാനുള്ള അല്ലെങ്കിൽ വീണ്ടും വഴി തടഞ്ഞ് സ്റ്റേജ് കെട്ടാനുള്ള തീരുമാനം CPIയുടെ പോഷക സംഘടനയുടെ? ജയശങ്കർ, CPIയുടെ സർവീസ് സംഘടനകളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 2 ദിവസത്തെ രാപ്പകൽ സമരം നടത്തുന്നത്. ഈ സമരത്തിൽ ജനങ്ങൾ ആകെ വലഞ്ഞൊരവസ്ഥയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരു ഭാഗത്തുകൂടെ മാത്രം വളരെ തിക്കി ഞെരുങ്ങി വാഹനങ്ങൾ കടന്നു പോകേണ്ട അവസ്ഥയാണ്. ഇത് ഒരു വൺ വേ സംവിധാനം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു റോഡുകളിലുമുള്ളൊരു പാതയാണ്. പക്ഷേ ഇരു ഭാഗത്തിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ട്രാഫിക് നിയമങ്ങളെല്ലാം തെറ്റിച്ച് കടത്തിവിടേണ്ട ഒരു സാഹചര്യത്തിലാണ് പോലീസുകാരുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. ഈ പാതകൾ നടപ്പാതകൾ കയ്യേറിയിട്ടുണ്ട്. റോഡിൽ വലിയ തോതിൽ ആളുകൾ കൂടി നിൽക്കുന്നത് കാണാം. ഈ ഒരു സ്റ്റേജ്, ഈ സമരത്തിന് വേണ്ടിയുള്ള ഒരു സ്റ്റേജ് കെട്ടിയിരിക്കുന്നത് റോഡ് കയ്യേറിക്കൊണ്ടാണ്. അത്തരത്തിൽ ഹൈക്കോടതി ഈ റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടരുതെന്നൊക്കെ പറയുമ്പോൾ ഒരു ഭരണാനുകൂല തൊഴിലാളി സംഘടന തന്നെ സമാനമായ ചട്ടം ലംഘിക്കുകയാണ്. ഇവരെല്ലാം തന്നെ സർക്കാർ ജീവനക്കാരാണ് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു കൗതുകം. നമ്മളൊന്നും ഒരിക്കലും സമരത്തിനെതിരല്ല. പക്ഷേ ഇവിടുത്തെ ഒരു ഉന്നത നീതിപീഠം ഈ റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടരുതെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ ആ ഘട്ടത്തിൽ തന്നെയാണ് ഈ റോഡ് കയ്യേറിക്കൊണ്ട് ഇത്തരത്തിലൊരു സ്റ്റേജ് ഉയരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ സ്റ്റേജിന്റെ ഏകദേശം 30% കിടക്കുന്നത് ഈ പ്രധാന സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രധാന പാതയിലാണ്. ഒപ്പം തന്നെ ഈ നടപ്പാതകളിലെല്ലാം തന്നെ ഫുട്പാത്തിലെല്ലാം തന്നെ നിരവധി കസേരകളും നിരത്തിയിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ജനങ്ങൾക്ക് ഇതുവഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പിന്നെ ഈ സമരത്തിന്റെ പ്രതിഷേധത്തിനെത്തിയ ആളുകൾ റോഡിൽ കൂടി നിൽക്കുന്നുമുണ്ട്. അങ്ങനെ ഈ റോഡ് ഭാഗികമായി ആളുകൾ കയ്യേറി വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തൂടെ മാത്രമാണ് ഈ റോഡിലൂടെ തമ്പാനൂർ ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നത്. നമ്മൾ ഈ പാളയം ഭാഗത്തേക്ക് പോകുന്ന ഇപ്പുറത്തെ റോഡ് അതൊരു വൺ വേ ആണ്. അങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് മാത്രമാണ് വാഹനം കടത്തിവിടാനാകുന്ന ആ വഴിയിലൂടെയും വലിയ തോതിൽ വാഹനങ്ങൾ കടത്തിവിടേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഹൈക്കോടതിയുടെ വിമർശനങ്ങൾക്കൊന്നും ഇവിടെ ഫലമില്ല. തൊഴിലാളി സംഘടനകൾക്ക്, സർവീസ് സംഘടനകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തും കാണിക്കാമെന്നൊരു അവസ്ഥ തന്നെയാണ് സെക്രട്ടറിയേറ്റിന് മുമ്പിൽ കാണുന്നത്. ഇതിലിനി പോലീസ് കേസെടുക്കുമോ, നേരത്തെ പോലീസിന് അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും കുറച്ചു മുമ്പ് CPIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് തെറ്റുപറ്റിപ്പോയെന്നാണ്. അങ്ങനെ CPI തെറ്റുപറ്റിപ്പോയി എന്ന് പറയുമ്പോഴും CPIMന്റെ സർവീസ് സംഘടനകളുടെ പ്രതിഷേധം സെക്രട്ടറിയേറ്റിന് മുന്നിലുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. റോഡ് കയ്യേറിയിട്ടുണ്ട്, നടപ്പാത കയ്യേറിയിട്ടുണ്ട്, റോഡ് കയ്യേറി ഹൈക്കോടതി വിമർശിച്ചതുപോലെ സ്റ്റേജ് കെട്ടിയിട്ടുമുണ്ട്. ഇനി ബാക്കി ഇത് വീണ്ടും ഹൈക്കോടതി കാണുമോ വിമർശിക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്. സെക്രട്ടറിയേറ്റിന് മുന്നിൽ പതിവില്ലാത്ത ബ്ലോക്കുകളാണ്. നിരവധി സമരങ്ങൾ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ എല്ലാ ദിവസവും ഉണ്ടാകും. അത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ ഒരു സ്റ്റേജ് കയ്യേറിയൊക്കെ സമരം നടത്തുമ്പോൾ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല. ഇല്ലെങ്കിൽ റോഡ് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്ത് പകരം റൂട്ട് തിരിച്ചുവിടാറൊക്കെയാണ് പോലീസ് ചെയ്യാറുള്ളത്. ഇന്ന് പക്ഷേ അത്തരം ക്രമീകരണങ്ങളൊന്നും തന്നെ ഇല്ല. ആകെ ജനങ്ങൾ വളയുന്ന സാഹചര്യം, വലിയ തോതിലുള്ള ഒരു ഗതാഗത കുരുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. പോലീസുകാർ തന്നെ ട്രാഫിക് നിയമങ്ങളൊക്കെ ലംഘിച്ച് വണ്ടി കടത്തിവിടേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. രാവിലെ മുതൽ നമ്മൾ ഈ വാർത്ത പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ ഈ ജോയിന്റ് കൌൺസിലിന്റെ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലൊക്കെ നമ്മൾ നിയമവിരുദ്ധമായൊന്നും ചെയ്യുന്നില്ല, വാഹനങ്ങൾക്ക് പോകാൻ തടസ്സമുണ്ടാകില്ല എന്നൊക്കെയായിരുന്നു നമ്മളോട് ആ ഘട്ടത്തിൽ പ്രതികരിച്ചത്. എന്തായാലും ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയും ഈ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടവരുടെ റോഡ് കയ്യേറുള്ള സ്റ്റേജ് കെട്ടലും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും തുടരുകയാണ്. ഇനി CPIMന്റെ CPIയുടെ സർവീസ് സംഘടനകൾ മാപ്പ് പറയുമോ എന്നാണ് നോക്കേണ്ടത്. അതിലും ഹൈക്കോടതി വിഷയമൊക്കെ കാണുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു കമന്ററിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആശ്വി.
ജയശങ്കറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും വാർത്ത വരുമ്പോൾ അവർ കൈയൊക്കെ കെട്ടി ഗതാഗതക്കുരുക്കുണ്ടാക്കാനുള്ള ഒരു നീക്കം എന്താണ് കൈകൾ കോത്തുപിടിച്ച് നടത്തുന്നുണ്ട്. CPI സർവീസ് സംഘടനകളാണ് അവിടെ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു പ്രതിഷേധം രാപകൽ സമരം നടത്തുന്നത്.